മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ, ഒന്നല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. എന്റെ പൊന്നു ദൈവമേ, ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാം. ഇവരൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. മഞ്ജു പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റു എന്നൊക്കെ പറഞ്ഞു. മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റാൻ ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് തുണി ഊരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണി ഊരി കാണിക്കലാണെന്നും എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള ഇതുണ്ട്. ഒന്നും ആവാൻ പറ്റാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ അത് തീർക്കാനുള്ള മലർന്നു കിടന്നോടുള്ള തുപ്പലുണ്ടല്ലോ, അത് നിന്റെ കുഴപ്പമല്ല. പൈതൃകം എന്നൊരു സാധനമുണ്ട്, അതിന്റെ മിസ്റ്റേക്ക്. അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ 100% ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. വസ്ത്രധാരണത്തിൽ മാത്രമല്ല, സംസാരിക്കുന്നതിലും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഇതൊരുമാതിരി കുട്ടികളൊക്കെ കാണുന്നതല്ലേ. നിങ്ങൾ എന്താ വിചാരിച്ച നിങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് എല്ലാവരും എത്തട്ടെ എന്നാണോ? കഷ്ടമുണ്ട്, സത്യമായിട്ട് പുച്ഛം തോന്നിപ്പോയി. എന്താണെങ്കിൽ ഇവരെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. പുള്ളിക്കാരിക്കുള്ള ഒരു മറുപടി മഞ്ജുപിള്ള തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുന്നു. ആ പറയുന്നത് അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ. കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കണം. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിരിപ്പുണ്ട്. വല്ലവന്റെ ലൈഫ് വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്.